ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ മുളകും ചെറിയ ഉള്ളിയും കൊണ്ടൊരു അച്ചാറാണ് ഇടാൻ പോകുന്നത്. കണ്ടോ, വലിയ തൊണ്ടൻ മുളക് ചെറിയ ഉള്ളിയും കൂടെ കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഇടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ നെട്ടൊക്കെ ഇളക്കി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളക് ഇവിടെ നിന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. മുഴുവൻ കട്ട് ചെയ്ത് മാറ്റണ്ട, പകുതിയിൽ വെച്ച് കട്ട് ചെയ്തിടണം. അപ്പോൾ മുളക് മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചെറിയ ഉള്ളി ഇങ്ങനെ ഓരോ കട്ട് ചെയ്ത് മുഴുവനായിട്ട് ഇടുന്നു. മുഴുവൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ചെറിയ ഓരോ കട്ട് ഇങ്ങനെ കൊടുക്കുന്നു. കണ്ടോ? വലിയ തൊണ്ടം പച്ചമുളകും ചെറിയ ഉള്ളി ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം പാടില്ല. വെള്ളത്തിൻ്റെ അംശമില്ലാതെ നന്നായിട്ട് തുടച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എടുത്ത മുളകും ഉള്ളിയും മുങ്ങി നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം എടുക്കണം. ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വേണം. തിളക്കട്ടെ. അടുപ്പങ്ങ് ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കി തണുക്കാൻ തന്നെ വയ്ക്കണം. ഇതിപ്പോൾ തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു കണ്ണാടി ബൗളിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് ഒരു അര ഭാഗം ചെറിയ ബൗളിൽ വിനാഗിരി, കണ്ടോ, വിനാഗിരി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി സൂക്ഷിക്കും. വെള്ളത്തിൻ്റെ അംശമേ പാടില്ല, എങ്കിൽ പിന്നെ അത് ചീത്തയിപ്പോൾ. വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വേണം. ഈ ഉള്ളിയാണെങ്കിലും മുളകാണെങ്കിലുമൊക്കെ തുടച്ച് വൃത്തിയാക്കി വേണം ഇതിലോട്ട് ഇടേണ്ടത്. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉപയോഗിച്ച് നോക്കണം കേട്ടോ.